ഗൾഫിൽ കുടുംബമായി ജീവിക്കുന്നവർ ആണെങ്കിൽ ഭാര്യയും ഭർത്താവും മുതിർന്ന മക്കളും ഒന്നിച്ചിരുന്നു കൊണ്ടായിരിക്കണം ഒരു കുടുംബ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ എത്രയാണോ വരവിൽ നിന്ന് സമ്പാദ്യം കഴിച്ച് കയ്യിൽ അവശേഷിക്കുന്നത് അതിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റായിരിക്കണം നമുക്ക് വേണ്ടത്. അതേസമയം കുടുംബം നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിലുള്ള ഭാര്യയോടോ ആരാണോ നമ്മുടെ ചെലവുകൾ നിർവഹിക്കുന്നത് അവരോട് ഇതുപോലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി അയക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അങ്ങനെ ബഡ്ജറ്റ് നമ്മളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല ചെലവുകളും അനാവശ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ കുറയ്ക്കണമെന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് നമ്മൾ അവരോട് നിർദ്ദേശിക്കുകയും അങ്ങനെ അതിനെ ഒരു നിയന്ത്രണ രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിഷ്പ്രയാസം നമുക്ക് നമ്മുടെ വരവിൽ നിന്ന് സമ്പാദിക്കുവാനും അങ്ങനെ സമ്പാദിക്കുന്ന സംഖ്യ പിന്നീട് നിക്ഷേപമാറ്റിമാക്കുവാനും സാധിക്കും. നിക്ഷേപമാറ്റിമാക്കുവാൻ ഏറ്റവും ചുരുങ്ങിയ സംഖ്യ കൊണ്ട് ചെയ്യാവുന്ന നിക്ഷേപം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക. അതിനേക്കാൾ സ്വല്പം കൂടുതൽ സംഖ്യയുണ്ടെങ്കിൽ നമുക്ക് ഓഹരിയിൽ നിക്ഷേപിക്കാം. അങ്ങനെ പല നിക്ഷേപ മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്, അനുയോജ്യമായൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെയുള്ള ബർജീലിൻ്റെ ഓഫീസ് മുഖേന നിക്ഷേപം നടത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നിർദ്ദേശിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനെ കൊണ്ടും നമ്മൾ അയച്ചു കൊടുക്കുന്ന വരുമാനത്തിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിതവ്യയം ശീലമാക്കിക്കൊണ്ട് ഒരു നിശ്ചിത സംഖ്യ എല്ലാ മാസവും മാറ്റിവെക്കുകയും ആ സംഖ്യ എല്ലാ മാറ്റവും നിക്ഷേപമാക്കി മാറ്റുവാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്കും നൽകുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി വളരെയധികം സുരക്ഷിതമാക്കുവാൻ സാധിക്കും. പലരും നിക്ഷേപം നടത്താത്തത് ചെറിയ നിക്ഷേപം എത്രമാത്രം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കും എന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ഒരു വ്യക്തി ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് 1000 ഉറുപ്പിക ഓരോ മാസം മാറ്റിവെക്കുകയും അത് 12% റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ എല്ലാ മാസവും നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ 10 വർഷം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് 2,30,000 ആകുന്നു. 20 വർഷം ചെയ്തു കഴിഞ്ഞാൽ അത് 10 ലക്ഷമാകുന്നു. 30 വർഷം ചെയ്തു കഴിഞ്ഞാൽ അത് 35 വർഷമാകുന്നു. ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ കാരണം എത്രത്തോളം ദീർഘകാലം നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം വർധനവ് കൂടുതലാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. 1000 ഉറുപ്പിക എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിമാസം നിക്ഷേപിക്കാൻ കഴിവുള്ളവരാണ് ഈ പ്രോഗ്രാമിൻ്റെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ 10 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്രയോ കൂടുതൽ, 35 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്രയോ കൂടുതൽ ലഭ്യമാവാനുള്ള അവസരങ്ങളുള്ളവരാണ് ഈ പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് 10 ലക്ഷം നമ്മുടെ കയ്യിലുള്ള സമയത്താണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതെങ്കിൽ അതിൽ നിന്ന് എല്ലാ മാസവും നമ്മുടെ ആവശ്യത്തിന് 1% തിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 10,000 ഉറുപ്പിക വരുമാനം കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. എന്നതുപോലെ 35 ലക്ഷമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്രതിമാസം 35,000 ഉറുപ്പിക കിട്ടുവാനുള്ള സാധ്യതയുള്ള അവസ്ഥയാണ്. ഇന്നലെ ഞാൻ റേഡിയോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിച്ചത്, മാന്യമായ ശമ്പളം കിട്ടുന്ന അബുദാബിയിലുള്ള ആ സുഹൃത്ത് 20 വർഷമായി ഗൾഫിൽ ജീവിക്കുന്നു. പരസ്യമായി റേഡിയോയിൽ ലൈവ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇന്ന് വരെ 1000 ഉറുപ്പിക പോലും അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല എന്നാണ്. മാന്യമായ ശമ്പളം ലഭിക്കുന്നു എന്ന് അവകാശപ്പെട്ട ആ വ്യക്തിക്ക് 1000 ഉറുപ്പിക പോലും സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പരാതിപ്പെടുമ്പോൾ എന്താണ് നമ്മൾ അതിന് ഉത്തരം നൽകേണ്ടത്? അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് ഞാൻ പറയില്ല, അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെ അദ്ദേഹം ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ഈ 20 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം 1000 ഉറുപ്പിക മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം ഉറുപ്പിക ഉണ്ടാകുന്ന അവസരമുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ഉപദേശിച്ചത് മാത്രമാണ്, ഇനിയെങ്കിലും ഒരു 10 വർഷം ഇവിടെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഇനിയും കാലങ്ങൾ നഷ്ടപ്പെടാതെ ഇപ്പോൾ തന്നെ അത് തുടങ്ങുക എന്നുള്ളതാണ്.
എല്ലാ മാസവും കാര്യമായ ഒരു സംഖ്യ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ തിരിച്ചു പോകുമ്പോൾ സുഖമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിത്തീരും എന്ന് ഓർമ്മപ്പെടുത്തുകയുമാണ് അദ്ദേഹത്തിന് ഞാൻ നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് ഓരോ പ്രേക്ഷകരും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നതുപോലെ ഓഹരിയിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിന് പാൻ കാർഡ് അതിനും ആവശ്യമാണ്, ഡെപ്പോസിറ്ററി അക്കൗണ്ട് ആവശ്യമാണ്. എന്നതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട്, PIS അക്കൗണ്ട് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട്, NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്, ഇതിലേതെങ്കിലും ഒന്ന്, ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ഞങ്ങളുടെ UAE-യിലുള്ള ഓഫീസുകളിൽ നിന്ന് ഇതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഓഫീസിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. മറ്റൊരു കാര്യം നാട്ടിൽ പോയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്, നാട്ടിൽ ധാരാളം ബിസിനസ് അവസരങ്ങൾ നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ്. എത്രമാത്രം ഇന്ത്യയിൽ ഓരോ കാര്യങ്ങൾക്കും സ്കോപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ വളരെ പോപ്പുലറായിട്ട് അധികകാലം ആയിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള മൊബൈൽ ഫോണിൻ്റെ നമ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള മുഴുവൻ ജനസംഖ്യയുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള മൊബൈൽ ഫോണിൻ്റെ നമ്പറുകൾ. എന്നതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂസ് പേപ്പറിൻ്റെ നമ്പർ ഓഫ് ന്യൂസ് പേപ്പർ വായിക്കുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ടോട്ടൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളാണ് ഇന്ത്യയിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നവർ. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇന്ന് വേൾഡിലെ നമ്പർ 1 ന്യൂസ് പേപ്പറായി മാറിയിരിക്കുന്നു. എന്നതുപോലെ തന്നെ റേഡിയോ ലിസണേഴ്സിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ജപ്പാനിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് നമ്മുടെ FM റേഡിയോയുടെ ലിസണേഴ്സ്. കാരണം സിറ്റികളിൽ മാത്രമാണ് FM റേഡിയോ സംവിധാനം എന്നുള്ളത്. അങ്ങനെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് യൂസേഴ്സിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി ഈ മുതലായ എല്ലാ രാജ്യങ്ങളിലും കൂടിയുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളുടെ നമ്പർ. ഇത് ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇന്ത്യ വളരെ വലിയ ഒരു ജനസംഖ്യയുള്ള നാടാകുന്നതിനൊപ്പം തന്നെ എത്രയോ കൂടുതൽ ഉൽപ്പന്നങ്ങളും സർവീസുകളും സ്വീകരിക്കാൻ കഴിവുള്ള ജനതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ബിസിനസ്സുകൾക്ക് സാധ്യത വളരെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് പലവിധ സർവീസ് ഇൻഡസ്ട്രികളായിട്ടും ഉൽപ്പാദന മേഖലകളായിട്ടും വ്യാപാര മേഖലകളായിട്ടും അടുത്തറിയുന്നവരാണ്. ഈ അടുത്തറിയുന്ന നമ്മൾ പലർക്കും പല കാര്യങ്ങളും വളരെയധികം പ്രാഗൽഭ്യം ഉള്ളവരും കൂടിയാണ്. നമ്മളുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും നമുക്ക് ഗൾഫിൽ ജീവിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ബിസിനസ് കോണ്ടാക്റ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ധാരാളം അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ഒരു പ്രധാന പ്രശ്നം സാധാരണ ഞാൻ കണ്ടുവരാറുള്ളത്, ഗൾഫിൽ നമുക്കുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അതുപോലെ ഉള്ള ഒരു എൻവയറമെൻറ്റ് കേരളത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലില്ല എന്ന പരാതിയാണ് നമുക്കെല്ലാം ഉള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇല്ലായിരുന്നിട്ടും ധാരാളം ആളുകൾ ഇന്ത്യയിലും കേരളത്തിലും വ്യാപാര വ്യവസായ സേവന സംരംഭങ്ങൾ നടത്തി വിജയകരമായി കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു നാട്ടുകാരനായിട്ട് മാറുക. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നാട്ടുകാരനായിട്ട് മാറി നാട്ടുകാരനെ പോലെ എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന ഒരു സ്വഭാവവിശേഷം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ധാരാളം വ്യവസായ സേവന കച്ചവട സംരംഭങ്ങൾ ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുക കൂടിയാണ്.